മഞ്ചേശ്വരത്ത് UDF SDPI ധാരണയെന്ന് കെ സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് പിന്നിൽ UDF SDPI ഡീലെന്ന് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. SDPI മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നാലെയാണ് ഡീൽ ആരോപണവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ ഇടപെട്ടാണ് KM അഷ്റഫിന്റെ പത്രിക പിൻവലിപ്പിച്ചത്. മുസ്ലിം സംഘടനകളെ ഉപയോഗിച്ചാണ് സമ്മർദ്ദം ചെലുത്തിയത്. VD സതീശന് നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടി അല്ലെങ്കിൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയണം. ഇതൊന്നും മഞ്ചേശ്വരത്ത് വിലപ്പോകില്ല എന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നായിരുന്നു UDFന്റെ ആവശ്യം. എന്നാൽ ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഇനിയും സമയമുണ്ടല്ലോ എന്നുമാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് ഇന്നലെ പ്രതികരിച്ചത്. പിന്നാലെ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് SDPI സ്ഥാനാർത്ഥിയായ KM അഷ്റഫ് പത്രിക പിൻവലിച്ചത്. കളക്ടറേറ്റിലെത്തിയ KM അഷ്റഫ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. SDPI സ്ഥാനാർത്ഥിത്വം UDFനെ പരാജയപ്പെടുത്താൻ കാരണമാകുമെന്നും BJPയെ വിജയിപ്പിക്കാൻ സഹായിക്കുമെന്നും വിമർശനം ഉയർന്നിരുന്നു. ഇതോടെയാണ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചു തുടങ്ങിയത്. അതേസമയം മഞ്ചേശ്വരത്ത് വെച്ച് ഇന്നലെ രാവിലെ നടന്ന യോഗത്തിൽ SDPIയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും പ്രാദേശിക നേതൃത്വവും സ്ഥാനാർത്ഥിയായ KM അഷ്റഫും ഇതിനെതിരെ രംഗത്തെത്തി. പിന്നാലെ KM അഷ്റഫ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതിന് തുടർച്ചയായി നടത്തിയ ചർച്ചയിലാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നില്ലെന്ന നിലപാടിലേക്ക് SDPI എത്തിയതും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതും. സിറ്റിംഗ് MLA ആയ AKM അഷ്റഫാണ് മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി. കെ സുരേന്ദ്രനാണ് മഞ്ചേശ്വരത്തെ BJP സ്ഥാനാർത്ഥി. KR ജയാനന്ദാണ് LDFനായി കളത്തിലിറങ്ങുന്നത്.